നമസ്കാരം. വലതുപക്ഷ ആക്ടിവിസ്റ്റ് ചാർലി കിർക്കിനെ വധിച്ച കേസിലെ പ്രതി പിടിയിലായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച രാവിലെ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 22-കാരനായ ടൈലർ റോബിൻസൺ എന്ന യൂട്ടാ സ്വദേശിയാണ് പിടിയിലായത്. പ്രതിയുടെ പിതാവ് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ട് മകനെ പിടികൂടാൻ സഹായിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. വാഷിംഗ്ടൺ കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകൻ കുറ്റം സമ്മതിച്ചതായി അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് റോബിൻസൺ സ്വയം പോലീസിന് കീഴടങ്ങിയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് ടൈലർ റോബിൻസണെ തെക്കൻ യൂട്ടായിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി താമസിച്ചിരുന്നത് ഏകദേശം $6 ലക്ഷം വിലമതിക്കുന്ന 6 കിടപ്പുമുറികളുള്ള ഒരു വീട്ടിലാണ്. ഈ വീട് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 260 മൈൽ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊലപാതകത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതിയുടെ ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ച് പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പിടിയിലായ റോബിൻസൺ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ വധശിക്ഷ വരെ ലഭിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രതിയോട് വളരെ അടുത്തൊരാളാണ് വിവരം നൽകിയതെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. കൊലയാളിയായ യുവാവിന്റെ പിതാവാണ് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതെന്നും ട്രംപ് പറഞ്ഞു. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ FBI അറിയിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ FBIയോ യൂട്ടാ പൊതു സുരക്ഷാ വകുപ്പോ ട്രംപിന്റെ പ്രഖ്യാപനം ശരിവെച്ചിട്ടില്ല. പിടിയിലായ ആളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പ്രതിയുടെ പിതാവ് തന്റെ സുഹൃത്തായ ഉന്നത US മാർഷലിനെ വിവരം അറിയിച്ചെന്നും ഇതോടെയാണ് പ്രതി പിടിയിലായതെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഏറ്റവും നല്ല വ്യക്തിയായ കിർക്കിനെ കൊലപ്പെടുത്തിയ ആൾക്ക് വധശിക്ഷ നൽകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ചാർലി കിർക്ക് ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഇത് അർഹിച്ചിട്ടില്ല. അദ്ദേഹം കഠിന പ്രയത്നം നടന്ന ആളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സിന്റെയും താല്പര്യമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ചാർലി കിർക്ക് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പരിപാടിക്കിടെയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. 31 വയസ്സുള്ള കിർക്ക് ട്രംപിന്റെ അടുത്ത അനുയായിയായിരുന്നു. സംഭവം നടന്ന സ്ഥലത്തിന് അടുത്തുനിന്ന് കണ്ടെടുത്ത ആയുധത്തിൽ ട്രാൻസ്ജെൻഡർ ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങളിൽ ആലേഖനം ചെയ്ത വെടിയുണ്ടകൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഓടി മറയുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. ഏകദേശം 200 വാര അകലെ നിന്നാണ് കിർക്കിന് വെടിയേറ്റത്. ഇതിന് പിന്നാലെ പ്രതിയെ കണ്ടെത്താനായി പോലീസ് വ്യാപകമായ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കേസിൽ പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $1 ലക്ഷം വരെ പാരിതോഷികവും FBI പ്രഖ്യാപിച്ചിരുന്നു. പ്രതിയുടെ കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ FBI പുറത്തുവിടുകയും ചെയ്തു. ബേസ്ബോൾ തൊപ്പിയും സൺഗ്ലാസും അമേരിക്കൻ പതാകയുടെ ചിത്രം പതിച്ച കടും നിറത്തിലുള്ള ടീഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ചിത്രങ്ങളായിരുന്നു പുറത്തുവിട്ടിരുന്നത്. പ്രതിക്ക് കോളേജ് വിദ്യാർത്ഥിയുടെ പ്രായം മാത്രമായിരിക്കുമെന്ന് ഈ വീഡിയോയിൽ നിന്നാണ് നിഗമനത്തിലെത്തിയത്. യൂട്ടാ സർവകലാശാലയിലെ കെട്ടിടത്തിന് മുകളിലൂടെ ഓടുന്ന പ്രതിയുടെ വീഡിയോയും FBI പങ്കുവച്ചിരുന്നു. ഇയാൾ ഓടിപ്പോയ വഴിയിൽ നിന്നാണ് പോലീസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പ്രതിയുടെ തോക്ക് കണ്ടെടുത്തത്. പ്രതിയുടെ ഇടത് കൈപ്പത്തിയുടെയും ഷൂസിന്റെയും അടയാളങ്ങൾ കെട്ടിടത്തിൽ പതിഞ്ഞിരുന്നു. കോളേജ് ക്യാമ്പസിലേക്ക് ഇയാൾ മുടന്തിയാണ് വന്നതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജീൻസിന്റെ ഉള്ളിലായി തോക്ക് ഒളിപ്പിച്ചതുകൊണ്ടാകാം മുടന്തിയതെന്നാണ് സൂചന. മുഖം മറയ്ക്കാൻ കറുത്ത ലോങ് സ്ലീവ് ഷർട്ടും സൺഗ്ലാസുകളും ബേസ്ബോളും തൊപ്പിയും ധരിച്ച പ്രതി അമേരിക്കൻ പതാകയുടെ ചിത്രമുള്ള വസ്ത്രം ധരിച്ചതും ശ്രദ്ധേയമായിരുന്നു. കിർക്കിന്റെ അനുയായികളിൽ ഒരാൾ ആണെന്ന ധാരണ പരത്താനായിരിക്കാം ഈ വേഷവിധാനമെന്നാണ് കരുതപ്പെടുന്നത്.